നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കുട്ടികളിലുണ്ടാകുന്ന ഹെർണിയയും അതിനുള്ള ചികിത്സയെയും കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യനും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ എം നാരായണൻ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഐശ്വര്യ. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ശിശുക്കളിൽ ബാധിക്കുന്ന ഹെർണിയ. ഏറ്റവും സർവ്വസാധാരണവും ഏറ്റവും അപകടകരമായ പക്ഷേ വിദഗ്ധ ചികിത്സയിലൂടെ വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന ഒരു ശസ്ത്രക്രിയ പ്രശ്നത്തെക്കുറിച്ച് പ്രേക്ഷകരുമായിട്ട് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് നമ്മൾ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നത്. എന്താണ് ഈ ഹെർണിയ എന്ന് വിശദീകരിക്കാം? കുട്ടികൾ മാത്രമല്ല വലിയവരിലുണ്ടാകുന്നുണ്ട് ഈ അസുഖം. അപ്പോൾ ഈ കുട്ടികളുണ്ടാകുന്ന ഹെർണിയയും വലിയവരിലുണ്ടാകുന്ന ഹെർണിയയും തമ്മിൽ വ്യത്യാസം എന്താണ്? തീർച്ചയായും ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മൾക്കെല്ലാം അറിയാവുന്ന പോലെ ശരീരത്തിൽ വിവിധ കൺസീൽഡ് സ്പേസസ് ഉണ്ട്. ഉദാഹരണത്തിന് ചെസ്റ്റ്, അബ്ഡമൻ, ഓക്കെ, ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നത് അതിൻ്റെതായ ഭിത്തിക്കുള്ളിലും വാളിനുള്ളിലാണ്. അപ്പോൾ ഈ വാളിൽ ചെറിയ സുഷിരമോ ദ്വാരമോ ഉണ്ടാകുമ്പോൾ അതിലൂടെ ആ കാവിറ്റിയിലുള്ള കണ്ടൻസ് പുറത്തേക്ക് തള്ളി വരുന്ന ആ ഒരു പ്രക്രിയയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജനിച്ച കുഞ്ഞു മുതൽ വളരെ പ്രായമായിട്ടുള്ള മുതിർന്ന ആളുകളിൽ വരെ വിവിധ രീതിയിലുള്ള ഹെർണിയകൾ നമ്മൾ കാണാറുണ്ട്. കുട്ടികളിലെ ഹെർണിയ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജന്മന ഉണ്ടാവുന്ന ചില ഡിഫക്റ്റുകളുടെ ഭാഗമായിട്ടാണ് കുട്ടികളിൽ ഉണ്ടാവുന്നത്. കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ 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 ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് ഈ കുട്ടികൾക്ക് ഈ രോഗം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾക്ക് പല രീതിയിലുള്ള ഹെർണിയകളുണ്ട്. ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശസ്ത്രക്രിയകൾ ചെയ്യപ്പെടുന്നത് ശിശു ശസ്ത്രക്രിയ വിഭാഗത്തിൽ ഹെർണിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ലോകത്തിലെ ഏത് യൂണിറ്റ് എടുത്താലും എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു 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 ശസ്ത്രക്രിയയാണ് ഹെർണിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ. ഇത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ശിശുക്കളിലെ ഹെർണിയ കാണാറുണ്ട്. ഒന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ പൊക്കിൾക്കൊടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെർണിയാണ്, അംബലിക്കൽ ഹെർണിയ എന്ന് പറയും നമ്മൾ. രണ്ട്, ഇംഗ്വൈനൽ ഹെർണിയ പറഞ്ഞാൽ ഒടിയിൽ, കാലിൽ വയറിന് താഴെ കാലിന് മുകളിലായിട്ട് ഒടിയിൽ കാണുന്ന ഹെർണിയ, ഇംഗ്വൈനൽ ഹെർണിയ. മൂന്ന്, എപ്പിഗാസ്ട്രിക് ഹെർണിയ. എപ്പിഗാസ്ട്രിക് ഹെർണിയ എന്ന് പറഞ്ഞാൽ പൊക്കിൾക്കൊടിയുടെ മുകളിലായിട്ട് ചെസ്റ്റിന് താഴെയായിട്ട് കാണുന്ന ഹെർണിയാണ് എപ്പിഗാസ്ട്രിക് ഹെർണിയ. അതുപോലെ തന്നെ ശിശുക്കളിൽ കാണുന്ന കൂടുതൽ വളരെ ഗൗരവ സ്വഭാവമുള്ളതും വളരെ അപകടകരമായിട്ടുള്ള ഒരു ഹെർണിയാണ് ഡയഫ്രമാറ്റിക് ഹെർണിയ. ഡയഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചെസ്റ്റിനെയും അബ്ഡോമിനൽ കാവിറ്റിയെയും വേർതിരിക്കുന്ന ഒരു മസിൽ ആണ്. ഈ മസിൽ ജന്മന ഉണ്ടാവുന്ന ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഉണ്ടാവുന്ന ഡിഫക്റ്റിലൂടെ വയറിനുള്ളില്ല മൂവബിൾ ആയിട്ടുള്ള കുടൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഈവൻ കിഡ്നി വരെ ചെസ്റ്റിനുള്ളിലേക്ക് പോവുകയും അത് ആ വശത്തെ, ആ ബാധിച്ച ഭാഗത്തെ, കൂടുതലായിട്ടും ഇടതുവശത്താണ് കാണുന്നത്, വലതുവശം കാണാറുണ്ട്, ആ ഭാഗത്തെ അവയവങ്ങളുടെ പ്രത്യേകിച്ച് ലങ്സിൻ്റെ ഡെവലപ്മെൻറ്റ് വരെ അത് തടസ്സപ്പെടുകയും അതിൻ്റെതായ ഗൗരവ സ്വഭാവമുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് വളരെ അപൂർവമായിട്ട് കാണുന്ന ഡയഫ്രമാറ്റിക് ഹെർണിയ. എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കാണാം ഇങ്ങനെ? ഇതിൽ ഏറ്റവും കൂടുതൽ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസിൽ ഇംഗ്വൈനൽ ഹെർണിയാസ് ആണ്, അതായത് ഒടിയിൽ കാണുന്ന ഹെർണിയാസ് ആണ്. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രീടേം ബേബീസിനാണ്, അതായത് മാസം തികയാതെ തൂക്കം കുറഞ്ഞു ജനിക്കുന്ന കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഏത് പ്രായത്തിലെ കുട്ടികളിൽ വേണമെങ്കിലും ഹെർണിയ ഉണ്ടാവാം. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ നമസ്കാരം, എന്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം അനൂപ്, പറയൂ. ഞാൻ വിളിച്ചത് എന്റെ അനിയന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് 2.5 വയസ്സിൽ ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ കഴിച്ചതാണ്. അപ്പൊ പിന്നീട് പലപ്പോഴും ഇതുപോലെ വയറിന് വേദനയൊക്കെ വന്നിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ കാണിക്കാറുണ്ട്. അപ്പൊ പലപ്പോഴും മറ്റു പല ഡിസീസാണ് പറയുന്നത്. ഒരിക്കലും ഈ രോഗം വന്ന ആൾക്ക് വീണ്ടും അത് വരാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ട് ഓപ്പറേഷൻ കൊണ്ട് മാറാനാണോ സാധ്യത? അതിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണിത്, ഒരു സംശയമാണിത്. ഹെർണിയ, കുട്ടികളിൽ കാണുന്ന ഹെർണിയ സാധാരണ രീതിയിൽ
പെരിട്ടോണിയൽ സാക്ക്, ഇൻഗ്വാനൽ ഹെർണിയയെ കുറിച്ച് ഞാൻ പറയുന്നത്, പെരിട്ടോണിയൽ സാക്ക് തള്ളി പുറത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ഓക്കെ, മുതിർന്ന ആൾക്കാരിൽ കാണുന്നത് വ്യത്യസ്തമാണ്. അവിടെ മസിൽ വാള് തന്നെ വീക്കായിട്ട് ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അപ്പോൾ കുട്ടികൾ നമ്മൾ സാധാരണ ഈ പെരിട്ടോണിയൽ പ്രൊട്രൂഡ് ചെയ്ത് വരുന്ന പുറത്തേക്ക് തള്ളി വരുന്ന പെരിട്ടോണിയൽ സാക്ക് എടുത്തു മാറ്റുന്നതിലൂടെ അത് പൂർണ്ണമായിട്ടും ഭേദമാവും. മറിച്ച് മുതിർന്ന ആൾക്കാരിലാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ഈ വാൾ, അതായത് മസിൽ വാൾ വീക്കായതുകൊണ്ട് അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള നിരവധി അഡീഷണൽ പ്രൊസീജിയേഴ്സുമാണ്. ലൈക്ക് മെഷ്, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, മെഷ് നമ്മളവിടെ വെച്ച് കൊടുക്കും റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മുതിർന്ന ആൾക്കാരിൽ സ്വാഭാവികമായിട്ടും ഈ മെഷിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റോ ടെക്നിക്കൽ ഫെയിലിയറോ കൊണ്ട് രണ്ടാമതും ഹെർണിയ വരാനുള്ള സാധ്യതകളുണ്ട്. കുട്ടികളിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിക് സർജൻ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പീഡിയാട്രിക് സർജൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ റെയറാണ്. ഓഫ് കോഴ്സ് വളരെ റെയറാണ്. നമ്മൾ ഒരു പക്ഷേ ഹെർണിയ സാക്ക് മിസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അല്ലാതെ കണ്ട് കംപ്ലീറ്റ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യതകൾ ഇല്ല, പ്രായോഗികമായിട്ട് ഇല്ല എന്നെ പറയാം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ഒരു കോളും കൂടി ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് ചെറുവണ്ണൂർ, കോഴിക്കോട് ചെറുവണ്ണൂരിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ ചെറിയ മോൾക്ക് 4.5 വയസ്സ് കഴിഞ്ഞു. പ്രസവിച്ചപ്പോഴേ ഉള്ളതാണ്. പിന്നെ പൊക്കിളിന് മുകളിലായിട്ടൊരു മുഴ. പിന്നെ അത് കാണിക്കുന്ന ഡോക്ടർമാർക്കെല്ലാം ഞാൻ പറയലുണ്ട്, ഇങ്ങനെ കാണിച്ചു കൊടുക്കലുണ്ട്. അവര് പറയും അത്ര പ്രശ്നമൊന്നുമില്ല, അത് കുറച്ചും കൂടി വലുതായിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി എന്നൊക്കെയാ പറയല്. വളരെ നല്ല ചോദ്യമാണ്. ആക്ച്വലി ഇൻഗ്വാനൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ചത് ഒടിയിൽ, അതായത് ഇൻഗ്വാനൽ ഹെർണിയെ കുറിച്ചാണ്. ഓക്കെ, ഓരോ ഹെർണിയയ്ക്കും അതിൻ്റെതായ പോളിസി ഉണ്ട്, എപ്പോൾ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളത്. പൊക്കിൾക്കൊടിയിലെ ഹെർണിയ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ 70% കൂടുതലും 2-2.5 വയസ്സാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അത് റിസോൾവ് ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പീഡിയാട്രിക് സർജൻസിൻ്റെ ഇടയിലുള്ള കൺസെൻസസ് എന്ന് പറഞ്ഞാൽ 2.5 വയസ്സ് വരെയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അത് അത് റിഗ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ സർജറിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുള്ളൂ. പ്രൊവൈഡഡ് അപ്പോൾ ഈ 2.5 വയസ്സിനുള്ളിൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസിന് എന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് നീട്ടിവെക്കാറില്ല. അല്ലെങ്കിൽ ഈ ഹെർണിയ വല്ലാതെ വലിപ്പം കൂടുതലാണ്, നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയാം അത് നാച്ചുറൽ സ്വാഭാവികമായിട്ടും റിസോൾവ് ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ള ഘട്ടത്തിൽ മാത്രമേ നമ്മൾ പൊക്കിൾക്കൊടിയിലെ പൊക്കിൾക്കൊടി. പക്ഷേ നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ 4.5 വയസ്സായി, ഇനി അത് ഓപ്പറേഷൻ അല്ലാതെ അത് കുറയില്ല. അത് വെച്ച് നടക്കുന്നതിൽ അതിൻ്റെതായ അപകടങ്ങളുണ്ട്. ഓക്കെ, അപകടങ്ങളുണ്ട്. അപ്പോൾ 3 വയസ്സിന് അപ്പുറത്തേക്കുള്ള പൊക്കിൾക്കൊടിയെ ബാധിക്കുന്ന ഹെർണിയകൾ നമ്മൾ ഓപ്പറേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ഹെർണിയയ്ക്ക് കുട്ടികളുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മുടെ പ്രേക്ഷകർ സൂചിപ്പിച്ചത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ തള്ളി വരുന്ന മുഴകൾ തന്നെയാണ്. ഓക്കെ, പൊക്കിൾക്കൊടിയിൽ അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ അഫക്ട് ചെയ്തത് അവിടെയുള്ള മുഴകൾ, പ്രത്യേകിച്ച് കുട്ടികൾ കരയുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഈ ഹെർണിയ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി പെരിട്ടോണിയൽ ക്യാവിറ്റിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് പെരിട്ടോണിയൽ ക്യാവിറ്റിയുടെ ഉള്ളിൽ നിന്നുള്ള കണ്ടൻസ് പുറത്തേക്ക് തള്ളി വരും. ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് കുടലാണ്. ഓക്കെ, അപ്പോൾ ഉള്ളിലെ പ്രഷർ കൂടുന്ന സമയത്ത് തള്ളി പുറത്തേക്ക് വരുന്നു. നോൺ കോംപ്ലിക്കേറ്റഡ് ഹെർണിയ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പ്രഷർ കുറയുന്ന സമയത്ത് കിടക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകും. ആ അവസ്ഥ നമുക്ക് അപകടം ഇല്ലാത്തതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഈ താഴത്തേക്ക് തള്ളി വരുന്ന കണ്ടന്റ് ചിലപ്പോൾ കയറാതെ അവിടെ കുടുങ്ങിപ്പോകും, ഇറഡ്യൂസിബിൾ എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോവാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കുടല് ആണ് കോമൺ ആയിട്ടുള്ള ഒരു കണ്ടന്റ്. അത് ഒരു ബേസിക്കലി ഒരു ട്യൂബാണ്. ഓക്കെ, കണ്ടിന്യൂഷൻ ട്യൂബാണ്. അപ്പോൾ അത് ബ്ലോക്ക് ആവാനും അതിൻ്റെ അടുത്ത ലെവൽ, ഇറഡ്യൂസിബിൾ ഹെർണിയയുടെ അടുത്ത ലെവൽ ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ, അതായത് ഈ കുടല് ബ്ലോക്ക് ആവാനും തുടർന്ന് നീര് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുടലിലേക്ക് രക്തോട്ടം നശിച്ച് കുടല് ചീത്തയായി അത് പൊട്ടാനും അതുവഴി ജീവൻ തന്നെ അപകടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിലൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
ഞാൻ മധു എന്ന് പറഞ്ഞാണ് കർണാടകയിലാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. കർണാടകയിൽ സാറേ നമസ്തേ സാറേ. നമസ്കാരം. ഞാനെന്താ വിളിക്കുന്നത് എന്റെ അച്ഛന് ഹെർണിയ ഉണ്ടായിരുന്നു. അതെ, എന്റെ അച്ഛന് ഹെർണിയ ഉണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷം എന്റെ പെങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിപ്പോ എന്റെ മക്കൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ സാറേ? അത് തലമുറയായിട്ട് ഇങ്ങനെ മാറി വരുന്നതാണോ? നിങ്ങൾക്ക് ഹെർണിയ ഏത് ഭാഗത്തെയാണ് നിങ്ങളുടെ ഹെർണിയ ബാധിച്ചത്? 2 സൈഡിലും ഉണ്ടായിരുന്നു സാറേ. 2 സൈഡിലും ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ആണല്ലേ? അതുപോലെ എന്റെ അച്ഛനും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് 2 സൈഡിലും. പിന്നീട് വന്നു അത് അച്ഛന്. മുതിർന്ന ആൾക്കാർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യേണ്ടായി. മുതിർന്ന ആൾക്കാരിൽ രണ്ടാമതും വരാനുള്ള ടെക്നിക്കൽ ഫെയിലിയേഴ്സിന്റെ സാധ്യതകൾ ഉണ്ടെന്നും അത് രണ്ടാമത് വരാനുള്ള സാധ്യതകൾ അതെന്റെ മക്കൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ സാറേ? വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഡിഫക്റ്റ് ഇപ്പൊ ഒരു പക്ഷേ നിങ്ങൾ തലമുറകളായിട്ട് മസിലിന്റെ ഒരു പക്ഷേ വീക്ക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം. അത് മുതിർന്ന അവസ്ഥയിലാണ് സാധാരണ. ഇത് പീഡിയാട്രിക് ഹെർണിയയുടെ കൂട്ടത്തിൽ അത് വരില്ല. പീഡിയാട്രിക് ഹെർണിയ എന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ അല്ലെങ്കിൽ ജനിച്ച ശേഷം തൊട്ട് 10 വയസ്സിനുള്ളിൽ കാണുന്ന ഹെർണിയൊക്കെയാണ് നമ്മൾ. അത് ഒരു ഡിഫറെന്റ്, അതിന്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. മുതിർന്ന ആൾക്കാരിൽ കാണുന്ന ഹെർണിയ പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ചികിത്സയിലും ചെറിയ വ്യത്യാസം നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. കുട്ടികളിൽ നമ്മൾ ഹെർണിയ സാക്ക് മാത്രം ഡീൽ ചെയ്യുമ്പോൾ മുതിർന്ന ആൾക്കാരിൽ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ മസിൽ വീക്ക്നെസ് ഓവർകം ചെയ്യാനുള്ള അനുബന്ധ ടെക്നിക്കുകളും കൂടി വേണമെന്നുള്ളത്. ഹെർണിയക്ക് പിന്നെ ഓപ്പറേഷൻ അല്ലാത്ത മറ്റു മാർഗങ്ങളില്ല, അല്ലാതെ മാറില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർമാർ കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് വിജിതനാണ്. ഞാൻ ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ മൂത്ത പോലെ 1.5 മാസം പ്രായത്തിന്റെ ഹെർണിയ ഉണ്ടായിരുന്നു. 1.5 മാസം പ്രായമുള്ളപ്പോ ഹെർണിയ വന്നു. അത് 11 മാസം ഞങ്ങൾ സർജറി ചെയ്തു. ഇപ്പൊ 2ാമത്തെ മോളുണ്ടായി. അവർക്ക് 1.5 മാസത്തേക്ക് വീണ്ടും ഹെർണിയ പോലെ കാണുന്നു. അപ്പൊ 9 മാസമായി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. ഇതിന് സർജറി ചെയ്തിട്ടുണ്ട്. കുട്ടികളിൽ ഇത് ഹെർണിയ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? പൊക്കിളിനെയാണോ ഒടിയിലെ ഹെർണിയാണോ? 2 ഭാഗത്തും താഴോട്ട് ഇറങ്ങി വരികയാണ്. താഴെ കാലിന് തുടയുടെ മുകളിലായിട്ട് കാണുന്ന ഹെർണിയല്ലേ പറഞ്ഞ? അല്ലല്ല, താഴേക്ക്. വ്യക്തമാവുന്നില്ല. തുടയുടെ മുകളിലല്ല, തുടയുടെ താഴേക്ക് ഇറങ്ങി വരുന്ന ഹെർണിയാണ്. അതെ അതെ, അവിടെ കാണുന്ന ഹെർണിയ. നമ്മള് ഇൻഗോലൽ ഹെർണിയ നമ്മള് ചികിത്സ ചെയ്യാതെ ഭേദമാവില്ല. ഓപ്പറേഷൻ മാത്രമാണ് അതിനുള്ള ചികിത്സ. പൊക്കിൾക്കൊടിയിലെ ഹെർണിയ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി 70% തനിയെ റിസോൾവ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് 2-3 വയസ്സ് വരെ വെയിറ്റ് ചെയ്തിട്ട് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം തീർച്ചയായിട്ടും. പക്ഷേ ഒടിയിൽ ബാധിക്കുന്ന ഇൻഗോയൽ ഹെർണിയ നമ്മളെ സംബന്ധിച്ച് കാണുന്ന അവസ്ഥയിൽ തന്നെ കഴിയുന്നത് പീഡിയാട്രിക് സർജറിയെ സംബന്ധിച്ചോളം അതൊരു എമർജൻസി ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം വെച്ചാൽ ഓപ്പറേഷൻ അല്ലാത്ത അത് റിസോൾവ് ചെയ്യില്ല. സ്പോണ്ടേനിയസ് റെസൊല്യൂഷൻ ഇൻഗോയൽ ഹെർണിയക്ക് ഇല്ല. ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിയാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു സർജറിയാണ്. ഇതിന് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി കുടലോ അല്ലെങ്കിൽ അനുബന്ധമായി താഴേക്ക് ഇറങ്ങി വരുന്ന അവയവങ്ങൾ അവിടെ കിടന്ന് രക്തോട്ടം നിലച്ച് കുടുങ്ങിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ പെൺകുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. പെൺകുട്ടികളിൽ മറ്റു കോമൺ ആയിട്ട് കാണുന്ന ഒരു അവയവം എന്ന് പറഞ്ഞാൽ അണ്ടാശയവും ട്യൂബുമാണ്. അണ്ടാശയവും ട്യൂബും ഈ ഹെർണിയ സാക്കിലേക്ക് വന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് ഡാമേജ് ആയി പോകും. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് ഹെർണിയ ശരിയാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നമുക്ക് കുട്ടിയുടെ അണ്ടാശയം കോംപ്ലിക്കേഷൻ വന്ന് നഷ്ടപ്പെടും. അപ്പോൾ അത്തരം ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒടിയിൽ ബാധിക്കുന്ന ഹെർണിയകൾ കണ്ടു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എത്രയും നേരത്തെ സൗകര്യമുള്ള ഡേറ്റിൽ നമ്മളത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്ന സംശയം. ഡോക്ടർ, ഏത് പ്രായത്തിലെ കുട്ടികളിലാണ് കൂടുതലായിട്ട് ഹെർണിയ കണ്ടുവരുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ പ്രായത്തിലുള്ള കുട്ടികളിലും. ഇൻഫാക്ട് പ്രീടേം, അതായത് മാസം തികയാതെ പ്രസവിച്ച കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഹെർണിയ നമുക്ക് കണ്ടുവരുന്നത്. ആൺകുട്ടികളിലും പെൺകുട്ടികളും ഒരേ രീതിയിൽ തന്നെയാണ് ഹെർണിയ കണ്ടുവരുന്നത്. നമ്മളിപ്പോൾ എണ്ണം എടുക്കുകയാണെങ്കിൽ വലതുവശത്തെ ഹെർണിയകളാണ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. 60% വലതുവശത്തെ ബാധിക്കുന്ന ഹെർണിയകളാണ്. ഒരു 20% ഇടതുവശം ബാധിക്കുന്ന ഹെർണിയകളാണ്. മറ്റൊരു 20% 2 വശത്തും ഒരേ സമയത്ത് ഉണ്ടാകുന്ന ഹെർണിയാസാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് മുഴുവൻ ഒടിയിലെ ഹെർണിയെ കുറിച്ചാണ്, ഇൻഗ്വാൽ ഹെർണിയെ കുറിച്ചാണ്. ഓക്കെ, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഓപ്പറേഷനായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഹെർണിയ. എല്ലാ പ്രായത്തിലും. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഷെമീറ ഹസീബ് തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ,
ഡോക്ടർ എന്റെ മോൾക്ക് ഇപ്പൊ 2.5 years ആയി. അപ്പൊ അംബ്ലിക്കൽ ഹെർണിയ ഉണ്ട് ബർത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ മാറ്റമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞത് അതൊരു നോർമൽ ഹെർണിയ അല്ല, പാരാംബ്ലിക്കൽ ഹെർണിയ എന്ന് പറഞ്ഞു. അപ്പം 2 years കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് സർജറി ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. ഇപ്പൊ 2 years കഴിഞ്ഞപ്പോൾ മാറ്റമൊന്നുമില്ല, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണുന്നില്ല. അപ്പോ ഇത് ഇപ്പൊ ചെയ്യണോ ഇങ്ങനെ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിട്ടാ നമ്മൾ ആ വിഷയം തന്നെ ഇത്രയും നേരം സംസാരിച്ചിരുന്നത്. 2 വർഷത്തിനപ്പുറമായി ഹെർണിയ ചുരുങ്ങി വരുന്നതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കണം. കാരണം കോംപ്ലിക്കേഷൻ ഇല്ല എന്നുള്ളത് ശരി, പക്ഷെ കോംപ്ലിക്കേഷൻ വന്ന് നമ്മൾ ഓപ്പറേഷന് പോവാന്ന് പറഞ്ഞാൽ അത് ഒരു ബുദ്ധിപരമായ തീരുമാനമായിരിക്കും. വേറെ വല്ല പ്രോബ്ലംസ് ഉണ്ടാവോ? അതായത് ഇപ്പൊ ഡൈജഷൻ റിലേറ്റഡോ അല്ലെങ്കിൽ വല്ല വെയിറ്റ് ഗെയിൻ വരാണ്ടിരിക്കുക, വെയിറ്റ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ ഹെർണിയയിൽ ഉണ്ടാവില്ല. ഈ നേരത്തെ പറഞ്ഞാൽ പൊക്കിൾക്കൊടിയിലെ ഹെർണിയയിൽ സ്വാഭാവികമായിട്ടും ചെറുകുടലാണ് ഏറ്റവും കൂടുതൽ തള്ളി പുറത്തേക്ക് വരുന്നത്. ആ ചെറുകുടൽ ബ്ലോക്ക് ആവാനും അതുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷനിലും സാധ്യതകളുണ്ട്. അപ്പൊ 2 വയസ്സായിട്ടും കുട്ടിക്ക് ഹെർണിയയുടെ തോതിൽ കുറഞ്ഞു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അത് സ്വാഭാവികമായിട്ടും റിസോൾവ് ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ല. കുട്ടീനെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റും. 4 years അല്ലെങ്കിൽ 5 years ചെയ്യാൻ. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ കുട്ടികളുടെ നാട്ടില് അവരുടെ ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പൊക്കോളും. അതിനെ പറ്റിയിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ കുട്ടികളിലെ ഹെർണിയയ്ക്കുള്ള ചികിത്സ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമ്മൾ നേരത്തെ ഇപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് അത് ചെയ്യണമോ വേണ്ട. ലൈക്ക് നേരത്തെ പറഞ്ഞ ഒരു പൊക്കിൾക്കൊടിയിലെ ഹെർണിയ 2 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം, അതിനുശേഷം കണ്ടില്ല സർജറി ചെയ്യണം. ഇൻഗ്വൽ ഹെർണിയ അങ്ങനെയല്ല. നമ്മൾ ഏത് പ്രായത്തിലാണോ കാണുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സയുടെ തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനാണ്. ഓക്കെ, 2 സൈഡും ബാധിക്കുന്നതാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഒരേ സിറ്റിങ്ങിൽ തന്നെ 2 സൈഡും ഒന്നിച്ച് ചെയ്യും. ഒരു ഭാഗത്തെ ബാധിക്കുന്നതാണെങ്കിൽ ഒരു സൈഡ് മാത്രം ചെയ്യും. അതിലൊരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വലതുവശത്താണ് ഹെർണിയ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇടതുവശത്ത് ഒരിക്കൽ ഹെർണിയ ഉണ്ടായി കഴിഞ്ഞാൽ വലതുവശത്ത് പിന്നീട് ഹെർണിയ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ സ്കൂൾ ലൈക്ക് പെൺകുട്ടികളിൽ ഇടതുവശത്തെ ഹെർണിയാണ് ക്ലിനിക്കലി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ സ്കൂൾ വേർ 2 സൈഡും ഒരേ സമയത്ത് മറ്റേ വലതുവശം കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് മിക്കവാറും 80% കേസിലും അവിടെ സാക്ക് ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ വലതുവശത്ത് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പെൺകുട്ടികളിൽ അങ്ങനെ ഒരു പോളിസി ചില സ്കൂൾ ഓഫ് ടീച്ചിങ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഇടതുവശത്തെ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ 2 സൈഡും ഒരേ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത് ചെയ്ത് വെച്ചാൽ ഒരു സർജറിയിലൂടെ 2ഉം കൈകാര്യം ചെയ്യാം. പിന്നീട് ഒരു അനസ്തീസിയ വേണ്ട, പിന്നീട് ഒരു സർജറി വേണ്ട. അതിൻ്റെ അഡ്വാൻറ്റേജ്. ഹെർണിയ നമ്മൾ ഇന്ന് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഓഫ് കോഴ്സ്, ഒന്ന് കൺവെൻഷണൽ ആയിട്ടുള്ള ഓപ്പറേറ്റീവ് സർജറി, രണ്ടാമത്തെ ലാപ്രോസ്കോപ്പി. മുതിർന്ന ആൾക്കാരിലെ ഹെർണിയയിലെ ലാപ്രോസ്കോപ്പി വളരെയധികം പ്രചാരത്തിലുണ്ടെങ്കിലും അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച മാതിരി മെഷ് വെക്കണം. ഓക്കെ, കുട്ടികളിലെ ലാപ്രോസ്കോപ്പി ഹെർണിയയുടെ ചികിത്സയിൽ ലാപ്രോസ്കോപ്പിക്ക് അത്രയും പ്രചാരത്തില്ല. കാരണം വെച്ചാൽ നമുക്ക് അതിന് പ്രത്യേക അത്രയും വലിയ അഡ്വാൻറ്റേജ് അതിനില്ല. കാരണം താഴെ മാത്രം ഹെർണിയയുടെ സാക്ക് മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടുള്ളൂ. അത് തീരെ ചെറിയൊരു ഓപ്പറേഷനിലൂടെ താഴെ ബാധിക്കുന്ന സ്ഥലത്തുള്ള ഓപ്പറേഷനിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ലാപ്രോസ്കോപ്പി അത്രയും പ്രചാരത്തിൽ കുട്ടികളിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ ഹെർണിയ മിക്കവാറും എല്ലാ പീഡിയാട്രിക് സർജിക്കൽ യൂണിറ്റിലും ചെയ്യുന്ന ഡേ കേസ് ആയിട്ടാണ്. എന്താണ് ഡേ കേസ് എന്ന് വെച്ചാൽ കാലത്ത് നമ്മൾ കുട്ടിയെ അഡ്മിഷൻ ആക്കുന്നു, ഫാസ്റ്റ് ചെയ്ത് വരണം. ഓഫ് കോഴ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ബൈ ഈവനിങ് കുട്ടി റിക്കവർ ചെയ്തു, ഓറലൊക്കെ കഴിച്ചു, മൂത്രമൊക്കെ ഒഴിച്ചു, അങ്ങനെയുള്ള ഇഫ് ഷി ഹാസ് റിക്കവർഡ് ഹി ഹാസ് റിക്കവർഡ് നമ്മൾ വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു രീതിയിലാണ് 90% കുട്ടികളെ ബാധിക്കുന്ന ഹെർണിയും നമ്മൾ ചെയ്യുന്നത്. അത്രയും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന പരിജ്ഞാനവും ടെക്നോളജിയും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമ്മുടെ ലോകത്ത് എല്ലാവിടെയും ഉള്ള പോലെ തന്നെ കേരളത്തിലും നമുക്കിന്ന് ലഭ്യമാണ്. ഓക്കെ, ഈ ഹെർണിയയ്ക്ക് സമാനമായ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? അത് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ ഹെർണിയൻ്റെ ആണെന്ന് തോന്നുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട്. ഇപ്പം ഇൻഗ്വൽ ഹെർണിയയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പഴുപ്പുകളാണ്. ഓക്കെ,
ആപ്സസ് എന്ന് പറയും, നമ്മൾ പരു അല്ലെങ്കിൽ പഴുപ്പ് എന്ന് പറയുന്നത്, അത് ഒരു കോമൺ സൈറ്റാണ് ഇൻഗ്വാനൽ റീജിയൻ. നിങ്ങൾക്കറിയാവുന്ന ഒരു പഴുപ്പ് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നോട്ട്സ്, ലിംഫ് നോട്ട്സ് അണുബാധ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഗ്വാനൽ റീജിയനിൽ ലിംഫ് നോട്ട്സ് വളരെ കോമൺ ആയിട്ട് കാണുന്നു. അപ്പോൾ അത് ഭാഗമായിട്ടാണ് പഴുപ്പ് അക്യൂട്ടായിട്ട് പെട്ടെന്ന് വേദനയും ചുവപ്പ് നിറവും പനിയൊക്കെ ആയിട്ട് ഉണ്ടാകും. അതാണ് ഒരു ഇൻഗ്വാനൽ ഹെർണിയ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ. പിന്നെ ആൺകുട്ടികളിൽ കാണുന്ന മറ്റൊരു അസുഖമാണ് ഹൈഡ്രോസിൽ, കഞ്ചന്റൽ ഹൈഡ്രോസിൽ എന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസമുണ്ട് ഹെർണിയയും ഹൈഡ്രോസിലും തമ്മിൽ. സാങ്കേതികമായിട്ട് ഇത് രണ്ടും ഒന്നാണെങ്കിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പെരിട്ടോണിയൽ ക്യാവിറ്റി എന്നുള്ളൊരു സാക്ക് താഴേക്ക് തള്ളി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഹെർണിയയുടെ ആൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഉത്ഭവത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വൃഷണങ്ങൾ, കുട്ടികളുടെ വൃഷണങ്ങൾ വയറിനുള്ളിലാണ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. 9-ാം മാസത്തോടെ അത് സ്ക്രോട്ടൽ സാക്കിലേക്ക് താഴേക്ക് വരും. ഓക്കെ, ഈ വരുന്ന സമയത്ത് ഇറ്റ് ക്യാരീസ് ഒരു പെരിട്ടോണിയൽ ക്യാവിറ്റിയുടെ ഒരു സഞ്ചി പോലുള്ള ഒരു ട്രാക്കിലൂടെയാണ് ഇത് താഴേക്ക് വരുന്നത്. താഴെ ടെസ്റ്റസ് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കണക്ഷൻ അത് സ്വാഭാവികമായിട്ടും ഇല്ലാതെയാവണം. അപ്പോൾ ചില കുട്ടികളിൽ ഇത് പെർസിസ്റ്റ് ചെയ്യും, അത് അടഞ്ഞു പോവില്ല. അപ്പോൾ ആ അടഞ്ഞു പോകാത്തൊരവസ്ഥയാണ് ഈ കണ്ടിന്യൂറ്റി. ഓക്കെ, ആ കണ്ടിന്യൂറ്റിയിൽ ഈ ഇതിൻ്റെ വ്യാസം കൂടുതലാണെങ്കിൽ, തീരെ നാരോ ആണെങ്കിൽ നമുക്ക് ഈ കുടലിലെ കണ്ടൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ വയറിനുള്ളിൽ ഫ്ലൂയിഡ് മാത്രം താഴേക്ക് ഇറങ്ങി വരും. അതാണ് ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റ് ആന്തരിക അവയവങ്ങൾക്കും കൂടി താഴേക്ക് തള്ളി വരാനുള്ള സാധ്യത, അതാണ് ഹെർണിയ. ഓക്കെ, ഇത് രണ്ടും ടെക്നിക്കലി സെയിം ആണ്. ഇതിൻ്റെ ഓപ്പറേഷൻ രണ്ടും നമ്മൾ ഒരേ ഓപ്പറേഷനാണ് ചെയ്യുക, ഹെർണിയോട്ടമി. അതായത് ഈ സാക്ക് നമ്മൾ എടുത്ത് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈഡ്രോസീൽ ഹെർണിയ പോലെ തന്നെ ആൺകുട്ടികളിൽ കാണാവുന്ന ഒരു രോഗമാണ്. ഡോക്ടറിൻ്റെ സമയോടെ പൂർണ്ണമായി. ഈ കുട്ടികളിലെ ഹെർണിയയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.